അപ്പം നമ്മൾ തുടരാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഡ്രീം റൂം ഞാൻ കണ്ടു. ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കണ്ടു. ഇനി ഇവിടെ ഭയങ്കര വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം. വോയിസ് ഓവർ കൊടുക്കാൻ നല്ല രസമാണ്. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ സ്വപ്നം കാണാൻ നിങ്ങളുടെ റൂമിൽ നിങ്ങൾക്ക് കാണാം. ഈ കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾക്ക് റൂമൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷെ എനിക്ക് കിട്ടി റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹൗസ് ഇതാണ് കേട്ടോ. ഡ്രീം ഹൗസ് ആണ് കേട്ടോ. എൻ്റെ ഇതിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡ്രീം റൂം കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടുണ്ട്. ലിപ്സ്റ്റിക് ആണ് ഇടുന്നത്. ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണണ്ടേ? ഇടയ്ക്ക് എൻ്റെ സായാം ഇച്ചിരിട്ട് ഓർത്തിരുത്തി വന്നു. എൻ്റെ ഡ്രീം റൂം ശരിയായിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ എൻ്റെ ഡ്രീം റൂം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഡ്രീം റൂം കാണിച്ചു തരാം. അപ്പൊ ഇത് ബാക്ക് ടു സ്കൂൾ സീരിയസ് പറഞ്ഞിട്ട് വന്നിട്ട് നല്ല മഴ അടിപൊളി മഴ. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയുന്നത് നല്ല അടിപൊളി മഴയാണ് നോക്കുമ്പോൾ തന്നെ കാണാണ്. നല്ല അടിപൊളി കട്ടിലാണ്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ സെറ്റ് ചെയ്ത എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പാണ് ഫുൾ. പിന്നെ വരുന്നത് ഈ സൈഡാണ്. ഈ സൈഡിൽ ഞാൻ പറഞ്ഞ പൊസിഷനൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതാണ് സഫ. ഇതെന്നെ മേക്കപ്പ് ഏരിയ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ സെറ്റ് ചെയ്താൽ നമ്മുടെ സ്വന്തം ഇതാണ്. ഇത് കുറച്ച് കയറില്ല എൻ്റെ അഹങ്കാരം കാരണം. അപ്പം ഇതൊക്കെ ഒന്ന് നേരെ വെക്കണം. ഓക്കെ. അപ്പോൾ എൻ്റെ ഡ്രീം റൂമായിരുന്നു ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ശരിക്കും എൻ്റെ ഡ്രീം റൂം തന്നെയായിരുന്നു അത്. ഇത് ഞാൻ എന്നെ കാണിച്ചു തരാം. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഫുള്ളൊരു ഇസ്തെറ്റിക് ലുക്കിലാണ് കേട്ടോ ചെയ്തത്. എൻ്റെ റൂം ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. ഈ ഗ്ലോസി മേക്കപ്പ് ലുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിത് മലയാളി മോം എന്ന് പറഞ്ഞൊരു ഇൻസ്പയർഡായി ചെയ്തതാണ്. എപ്പോഴും കാണുന്നൊരു ചാനലൊന്നുമല്ല. ബട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് വേണമെങ്കിൽ നീ തന്നെ പഠിക്കണം. നിനക്ക് നിൻ്റെ സ്വപ്നം കണ്ട് നിനക്ക് നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ അതിലെത്തിച്ചേരില്ല. ബട്ട് നിൻ്റെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നിൻ്റെ സ്വപ്നം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അഥവാ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് എനിക്കുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. ഞാൻ അതിന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാവില്ല. ഞാൻ